+2 പഠിച്ചു കഴിഞ്ഞ് 6 വർഷമായിട്ടും വേറൊന്നും പഠിക്കാൻ പോവുകയോ ജോലിക്ക് പോവുകയോ ചെയ്യാതെ ക്രിക്കറ്റൊക്കെ കളിച്ച് നടക്കുന്ന അർജുനെ വീണ്ടും പഠിക്കാനായി കോളേജിൽ ചേർക്കുന്നു. പെൺകുട്ടികളോട് സംസാരിക്കാൻ വളരെ പേടിയുള്ള അർജുൻ അവിടെ വെച്ച് അനു എന്ന പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നു. അവൻ പെൺകുട്ടികളുമായി സംസാരിക്കാനൊക്കെ പേടിയാണെന്ന് മനസ്സിലാക്കി അനു ആകട്ടെ അവനെ ചുമ്മാ കളിയാക്കാനായി നീ എന്നെ പ്രേമിക്കുന്നോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തോടെ അവൻ അവളെ അതിഭീകരമായി പ്രേമിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവന്റെ ബർത്ത്ഡേക്ക് അവന്റെ അമ്മ സമ്മാനിച്ച ഷർട്ടൊക്കെ ഇട്ട് അവൻ കോളേജിൽ വരുമ്പോൾ അനു ആകട്ടെ അവനൊരു വാച്ച് സമ്മാനമായി കൊടുക്കുന്നു. അമ്മയ്ക്ക് ശേഷം ആദ്യമായാണ് ഒരാൾ അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതോടുകൂടി അവളെ അവൻ ശക്തമായി വീണ്ടും പ്രണയിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അത് പറയാൻ അവന്റെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1.5 വർഷങ്ങൾക്ക് ശേഷം അവന്റെ ഇഷ്ടം അവളോട് പറയാനായിട്ട് വരുമ്പോഴാണ് അവളുടെ എൻഗേജ്മെന്റ് ആണ് എന്നറിയുന്നത്. അവൻ ഒന്നും പറയാതെ തിരികെ പോകുന്നു. അവന് വളരെയധികം സങ്കടമാകുന്നുണ്ട്. അങ്ങനെ അവളുടെ എൻഗേജ്മെന്റ് ദിവസം അവൻ അവളുടെ വീട്ടിൽ ചെല്ലുന്നു. എൻഗേജ്മെന്റ് ഒക്കെ കണ്ട് തിരിച്ച് സങ്കടത്തിൽ ബൈക്കിൽ വരുമ്പോൾ അവൻ ആക്സിഡന്റ് ആവുന്നുണ്ട്. അവന്റെ അമ്മയും കൂട്ടുകാരും അവനെ പരിപാലിക്കുന്നു. അങ്ങനെ അവന് ഓക്കെ ആവുന്നുണ്ട്. അവൻ അവളെ കാണാനായി കോളേജിൽ വരുന്നുണ്ട്. ആക്സിഡന്റ് ആയ സമയത്ത് അവളുടെ അച്ഛന് വയ്യാതെയായി അവൾ ബാംഗ്ലൂരായിരുന്നു. അതാണ് അവനെ കാണാൻ വരാഞ്ഞതെന്ന് അവൾ അവനോട് പറയുന്നു. എന്നിട്ട് അവളുടെ വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ് അവന് കൊടുക്കുന്നുണ്ട്. അവനാകട്ടെ അതിൽ വരന്റെ പേര് വെട്ടിയ ശേഷം അവന്റെ പേര് അതിൽ എഴുതി ചേർക്കുന്നു. ഇത് കാണുമ്പോൾ അവൾ വളരെയധികം കൺഫ്യൂസ് ആകുന്നുണ്ട്. അടുത്ത ദിവസം അവൾ അവനോട് വന്ന് അതിനെക്കുറിച്ച് ചോദിക്കുന്നു. നീ അന്ന് നിന്നെ പ്രേമിക്കുന്നു എന്ന് ചോദിച്ചത് മുതൽ ഞാൻ നിന്നെ പ്രേമിക്കുകയാണെന്ന് അവൻ പറയുന്നു. അതൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. ഒരു ഇഷ്ടം പോലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ഒരാളെ ഞാൻ പ്രേമിക്കില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അന്ന് രാത്രി മദ്യപിച്ച് അവളുടെ വീട്ടിൽ പോയി അവൻ പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ അവൻ പോലീസ് സ്റ്റേഷനിലാകുന്നുണ്ട്. അവൾക്ക് പരാതിയൊന്നുമില്ല, അവരെ വിട്ടയക്കണമെന്ന് അനു പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു, ഇനി അല്ല എന്ന് പറഞ്ഞിട്ട് അനു അവിടുന്ന് പോകുന്നു. അതിൽ പിന്നെ അർജുൻ കോളേജിൽ വരുന്നില്ല. അർജുനെ തിരക്കി അവൾ അവന്റെ വീട്ടിൽ പോകുന്നു. അവന്റെ അമ്മയ്ക്ക് അവന്റെ മേൽ പ്രതീക്ഷകളുണ്ട്. ഇനി ആ അമ്മയെ പറ്റിക്കരുതെന്നൊക്കെ അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം അർജുൻ കോളേജിൽ വരുമ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാമെന്ന് അനു പറയുന്നു. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇനി ഒരാളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അർജുൻ അവിടുന്ന് പോകുന്നു. അതിൽ പിന്നെ അവർ തമ്മിൽ മിണ്ടുന്നില്ല. കോളേജിൽ നിന്ന് ടൂർ പോകുമ്പോഴാണ് പിന്നീട് അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. അനു അവനോട് സോറി പറയുന്നുണ്ട്. അന്ന് അവൾ തമാശയ്ക്കത് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ള കുറ്റബോധം അവൾക്കുണ്ടായിരുന്നു. എന്നെ പോലുള്ള ആണുങ്ങൾക്ക് ഈ തമാശ മനസ്സിലാവില്ല, അത് അനുവിന്റെ കുറ്റമല്ല എന്നൊക്കെ അവനും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം അവൻ മദ്യപിച്ച് വന്ന് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അവളുടെ കല്യാണ തലേന്ന് അവൻ അവളെ കാണാനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവളുടെ അച്ഛൻ അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു. അന്ന് ടൂർ പോയപ്പോൾ അവർ സംസാരിച്ചിരുന്ന സ്ഥലത്തേക്ക് അവൻ പോകുന്നുണ്ട്. അവളുടെ കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു അവൻ വിചാരിച്ചത്. അവൾ ഗിഫ്റ്റ് കൊടുത്ത വാച്ചും അവന്റെ പേഴ്സിൽ അവളുടെ ഫോട്ടോയും ഒക്കെ അവൻ എടുത്ത് കളഞ്ഞിട്ട് അവിടുന്ന് ചാടാൻ പോകുമ്പോൾ അവന്റെ പേഴ്സിൽ അമ്മയുടെ ഫോട്ടോ അവൻ കാണുന്നു. അങ്ങനെ അവൻ ആത്മഹത്യയിൽ നിന്ന് പിന്മാറുന്നു. പിന്നീട് അവൻ അതൊക്കെ മറന്ന് അവന്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം അവനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും കുട്ടിയും ഒക്കെയുള്ള ഒരു നല്ല കുടുംബവും അവനുണ്ട്. അങ്ങനെ നഷ്ടപ്രണയത്തെക്കുറിച്ച് ആലോചിച്ച് ജീവിതം കളയാതെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മറന്ന് നേടിയെടുക്കേണ്ടത് പലതും ഉണ്ടായത് ഓർമ്മപ്പെടുത്തുന്ന സിനിമയാണ് അതിഭീകര കാമുകൻ. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.